ഹൈ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചായ കുടിക്കാൻ സമയമായി. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള സ്നാക്സ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന്. ഇത് കപ്പ അല്ലെങ്കിൽ ചീനി, അങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടുന്ന നമ്മുടെ മരിച്ചീനി കപ്പ വറ്റലാക്കിയതാ ഉണക്കി വെച്ചിരിക്കുന്നുണ്ട്. കണ്ട, നല്ല ഭംഗിയായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വറുത്ത് ഇന്നത്തെ ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. ഇതാ പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി നല്ല ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കടയിൽ നിന്നും വാങ്ങിച്ചതല്ല, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ തന്നെയാണ് കേട്ടോ. ഞാൻ തന്നെ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, കണ്ടോ. ഒരുപാട് ഒഴിച്ച് എണ്ണ വേസ്റ്റാക്കണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ചല്ലേ വറുത്തെടുക്കാനുള്ളൂ. അപ്പം ഇത്ര എണ്ണ ധാരാളം. നോക്കട്ടെ, മൂത്തു. അപ്പം ഈ മൂത്ത് വരാറാകുമ്പോൾ ലേശം ഉപ്പ് വെച്ച് കൊടുക്കും കേട്ടോ. തീ ഷോയൊക്കെ വരും, അന്ന് നമ്മൾ കണക്കാക്കണ്ട. സെറ്റായി. നമുക്ക് പൊരിയെടുക്കാം. അടുത്ത വീണ്ടും ഇടാം. വീണ്ടും അതിനെ ഒന്ന് മൂപ്പിക്കട്ടെ, മൂക്കാൻ കിടക്കട്ടെ. അപ്പം ഇനി ഇതാ കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇത് മൂത്തു. പെട്ടെന്ന് മൂത്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പാടൊന്നും വേണ്ട, ഒരുപാട് എണ്ണ വേണ്ട. ഒക്കെ പഴയ പലഹാരങ്ങളാണ് കേട്ടോ. ഇപ്പം ആൾക്കാർക്കൊന്നും ഇത് ഉണ്ടാക്കാൻ അറിയേയില്ല. ചില ഇവിടെ ഉത്സവ പറമ്പിലൊക്കെ പോയാൽ അവിടെ കാണാം. ഇതാ എണ്ണ അതേപോലെ തന്നെ അവിടെ കൊണ്ട് കണ്ടോ. എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതാ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. വേണ്ട, എല്ലാവരും എടുത്തോളൂ. നല്ല കറുമുറ തിന്നാൻ പറ്റിയ ഐറ്റം. ഒരു മായോ മന്ത്രമോ ഒന്നും ഇല്ലാത്ത നമ്മൾ തന്നെ കയ്യിലുണ്ടാക്കിയ സാധനം. പിന്നെ ഇതാ കട്ടൻ വേണമെന്നുള്ളവർക്ക് ഇതാ കട്ടൻ എടുക്കാം. അല്ല ചായ മതിയെങ്കിൽ ഇതാ ചായ. രണ്ടും കൂടെ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ കട്ടൻ ചായ എല്ലാവരും കുടിക്കില്ല, കട്ടനും എല്ലാവരും കുടിക്കില്ല. അവ രണ്ടും ആയപ്പോൾ ഇവിടെ ഉള്ള എല്ലാവർക്കും ആയി കേട്ടോ. നിങ്ങളും എടുത്തോളൂ.